ഹലോ, നമ്മൾ പലതരത്തിലുള്ള പുട്ടുകൾ കണ്ടിട്ടുണ്ടല്ലേ. നമുക്ക് വളരെ സിമ്പിളായിട്ട് മുട്ടപ്പുട്ട് റെഡിയാക്കി എടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുപൊടിയിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടിയും ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇത്രയും വെള്ളം കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇത് പുട്ടുപൊടി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അബ്സോർബായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. നമുക്ക് മൂടി വെച്ചിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് പൊട്ടിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വറ്റൽമുളക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പൂണും ചേർത്തോളൂ കേട്ടോ. ഇതിന് ശേഷം നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് ഗരം മസാലയും, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് മുട്ട ആവശ്യമുള്ളത് അത്രയും മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയിട്ട് വിട്ട് കിട്ടണ വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാം. നമ്മളതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുട്ടുപൊടി. അപ്പോൾ നമുക്ക് ലെയറായിട്ട് ഇത് റെഡിയാക്കി തുടങ്ങാം. ഫസ്റ്റിന് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ചുകൂടി പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇവിടെ ചിരട്ടപ്പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആവി വരുന്ന വരെയും ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ പുട്ടിൻ്റെ ചില്ല് കാണാണ്ടാവൽ എപ്പോഴുള്ള പരിപാടിയാണ് കേട്ടോ. എൻ്റെ മക്കളുടെ അടുത്തുകൊണ്ട് പോയിട്ട് കളിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടിടും. അപ്പോൾ അതിന് പകരം ഞാൻ ഇടിയപ്പത്തിൻ്റെ ചില്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.